ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. പോളിംഗ് ശതമാനം കുറഞ്ഞതിനെക്കുറിച്ചുള്ള വലിയ ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പോളിംഗ് ശതമാനം കുറഞ്ഞത് ആർക്ക്, ഏത് മുന്നണിക്ക് ഗുണം ചെയ്യും എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ പോളിംഗ് ശതമാനം കുറഞ്ഞതുമായി സംഭവിച്ചത്? നിരവധി കാരണങ്ങൾ പോളിംഗ് ശതമാനം കുറഞ്ഞതിൽ കാരണങ്ങളായി വന്നിട്ടുണ്ടാകാം എന്നാണ് തോന്നുന്നത്. നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കുമ്പോൾ, ഒരുപാട് കാര്യങ്ങൾ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ പല വാർത്തകളും കേൾക്കുമ്പോൾ മനസ്സിലാവുന്ന ചില കാര്യങ്ങളും എൻ്റെ ചില നിഗമനങ്ങളും ഈ വിഷയത്തിൽ ഞാൻ എൻ്റേതായ ഒരു നിഗമനവും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട പോളിംഗ് ശതമാനം കുറഞ്ഞിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, രാജ്യത്തെമ്പാടും ഈ ആദ്യ 2 ഘട്ട തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴും പോളിംഗ് ശതമാനം 2019 6%, 7% കുറവാണ്. അപ്പോൾ അതിൻ്റെ ഒരു അനുപാതത്തിൽ തന്നെയാണ് കേരളത്തിലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം കുറഞ്ഞിരിക്കുന്നത്. എന്നാൽ നമ്മുടെ മൊത്തം ഒരു 1980 മുതലുള്ള പോളിംഗ് ശതമാനങ്ങളെടുത്ത് പരിശോധിക്കുമ്പോൾ ഒരു ആവറേജ് പോളിംഗ് നടന്നിട്ടുണ്ട്. ഒരു 73% നമ്മുടെ ഒരു ആവറേജ്, 73, 74. അപ്പോൾ അത് ചില സമയങ്ങളിൽ 79 ഉണ്ടായിട്ടുണ്ട്, ചിലപ്പോൾ അത് 71 മാറിയിട്ടുണ്ട്. അങ്ങനെ പല ഇയറിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ കൊല്ലം 72% കടന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ആവറേജ് പോളിംഗ് നടന്നിട്ടുണ്ട്. കാരണം നമ്മുടെ ഒരു പ്രവാസി സംസ്ഥാനമാണ് പ്രത്യേകിച്ച് കേരളം. അപ്പോൾ ഇന്ത്യയിൽ എല്ലായിടത്തും എന്തുകൊണ്ടാണ് ഇങ്ങനെ പോളിംഗ് ശതമാനം കുറഞ്ഞത്? അതിന് നിരവധിയായ കാര്യങ്ങളുണ്ടാകാം. ഒരുപക്ഷെ ഭരിക്കുന്ന ഗവൺമെൻറ്റിനോടുള്ള അസംതൃപ്തി. അവർ വോട്ട് ചെയ്യുന്നത് ഭരിക്കുന്ന ഗവൺമെൻറ്റിനാണ്. ഇപ്പോൾ BJPക്ക് നിരന്തരമായി വോട്ട് ചെയ്യുന്ന ആളുകൾ. എന്നാൽ അവർക്ക് BJPക്ക് എതിരായിട്ട് വോട്ട് ചെയ്യാൻ താല്പര്യമില്ല, BJPക്ക് വോട്ട് ചെയ്യാൻ താല്പര്യമില്ല. അങ്ങനെ നിസ്സംഗരായി നിൽക്കുന്ന വോട്ടർമാർ ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടുണ്ടാവില്ല. എന്നാൽ ചില മേഖലകൾ, ഇപ്പോൾ ആസാം, അതുപോലെ തന്നെ പശ്ചിമ ബംഗാൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾ കേന്ദ്രീകരിക്കുന്ന മേഖലകളിൽ നല്ല പോളിംഗ് ശതമാനവും കാണുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് BJPക്ക് അതൊരു പിന്നോട്ടടിക്കുന്നതാണ് ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് എന്ന് പൊതുവെ ഒരു വിലയിരുത്തൽ നടത്തുന്നുണ്ട്. ഇനി നമുക്ക് കേരളത്തിലേക്ക് വരാം. കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിൽ പോളിംഗ് ശതമാനം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയും കുറഞ്ഞിട്ടുണ്ട്. അത് 2019 കണക്കാക്കുമ്പോൾ വലിയ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ നാട്ടിൽ മുമ്പെങ്ങും ഇല്ലാത്ത വിധത്തിലുള്ള വലിയ ചൂട്, കനത്ത ചൂടായിരുന്നു. എല്ലാവരും പറയുന്നു ചൂട് സഹിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത്. ചൂട് ഓരോ കൊല്ലം കൂടുന്നതോറും നമ്മുടെ നാട്ടിൽ കൂടി വരികയാണ്. അപ്പോൾ ചൂട് അതിനൊരു കാരണമായിട്ടുണ്ടാവും. ഈ ചൂട് ഒരു കാരണമായിട്ടുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒരു മുന്നണിയെ ബാധിക്കുന്നതല്ല. അങ്ങനെ ചൂട് മൂലം തെരഞ്ഞെടുപ്പ് വോട്ട് ചെയ്യാൻ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും ബാധിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ വെക്കേഷൻ ടൈമാണ്, സ്കൂൾ വെക്കേഷൻ ടൈമാണ്. മുമ്പത്തെ പോലെയല്ല, ആളുകൾ യാത്ര ചെയ്യുന്നത് കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ്. നമ്മൾ 5 കൊല്ലം മുമ്പുള്ള കേരളത്തെ വെച്ചിട്ട് നമുക്ക് ഇനി 19 കേരളം അല്ല, 24 കേരളം. ഓരോ ദിവസം കൂടുന്നവരും നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൾച്ചർ, നമ്മുടെ രീതികളൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ യാത്രകൾ ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് കുട്ടികൾ പോലും, നമ്മുടെ കുട്ടികളെ, ഇപ്പോൾ എൻ്റെ മകനാണെങ്കിലും സ്കൂളിൽ നിന്ന് ഒരു വെക്കേഷൻ വന്നു കഴിഞ്ഞാൽ അവൻ പറയുന്നത് നമുക്ക് ഇപ്രാവശ്യം ട്രിപ്പ് പോകണമെന്നാണ്. അപ്പോൾ എന്താണ് ട്രിപ്പ് പോകണമെന്നതിനെ കുറിച്ചിട്ട് അവർക്ക് എവിടെ നിന്നാണ് ആ ഒരു ഐഡിയ കിട്ടിയത്? അവൻ്റെ ക്ലാസ്സിലെ കുട്ടികൾ, 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ്. അവിടെ നിന്ന് 2-3 കുട്ടികളെ പേര് പറഞ്ഞു, ഇവരൊക്കെ ഇപ്രാവശ്യം ട്രിപ്പ് പോകുന്നുണ്ട്, അപ്പോൾ നമുക്കും ഇപ്രാവശ്യം ട്രിപ്പ് പോകണം. അപ്പോൾ ട്രിപ്പ് പോകുക എന്നുള്ളത് കുഞ്ഞു കുട്ടികൾ മുതൽ നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായി മാറുകയാണ്. അപ്പോൾ ഇത് വെക്കേഷൻ സമയം മുതലെടുത്തുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ ചൂട് വലിയൊരു പ്രയാസം സൃഷ്ടിക്കുന്നതുകൊണ്ട് തന്നെ ആളുകളിൽ പലരും പല രാജ്യങ്ങളിലേക്കും ടൂർ പോയിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്, പോയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. പ്രത്യേകിച്ച് ചൂടും കൂടിയപ്പോൾ. പിന്നെ കോവിഡിന് ശേഷം പല രാജ്യങ്ങളും ടൂറിസത്തെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പല ഇളവുകളും കൊടുത്തിട്ടുണ്ട്. വിസ ഫ്രീ ആണ്. ശ്രീലങ്ക ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിലേക്കും പല രാജ്യങ്ങളിലേക്കും ഞാൻ അത് കൃത്യമായി എടുത്ത് പറയുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ നമ്മളെല്ലാം കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് യൂട്യൂബ് വ്ളോഗേഴ്സും മറ്റുള്ള കാര്യങ്ങളാണ്. അവർ ചെയ്യുന്ന പ്രൊമോഷൻ വീഡിയോകൾ നമ്മളെ കൂടുതൽ യാത്രകൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതാണ്. അത്തരം വീഡിയോകൾ കൂടി കാണുന്നതിൻ്റെ ഭാഗമായിട്ട് യാത്രകൾ ചെയ്യാനുള്ള താല്പര്യം, നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ അത് നമുക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നുള്ളതൊന്നും ഇന്നത്തെ കാലത്ത് പ്രശ്നമല്ല. അതിപ്പോൾ ഏത് സ്ഥലമാണെങ്കിലും വേറെ ആൾ പോയി അല്ലെങ്കിൽ വീഡിയോ കണ്ട് ഞാനും പോകുന്നു. എന്തിനു പോകുന്നു, അത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുമോ, അത് നമ്മുടെ ക്യാരക്ടറിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന പ്രദേശമാണോ, സ്ഥലമാണോ, ഇതൊന്നും നോക്കിയിട്ടല്ല. പക്ഷേ എല്ലാവരും പോകുന്നു, നമ്മളും പോകുന്നു, കുട്ടികളുടെ കൂടെ പോകുന്നു, എല്ലാവരും കൂടി പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ യാത്രകൾ കൂടിയത് ഈ പോളിംഗ് ശതമാനം കുറയുന്നതിന് കാരണമായിട്ടുണ്ടാവും. അതുപോലെ തന്നെ വിദേശത്തേക്ക്, നമ്മളൊരു പ്രവാസി സംസ്ഥാനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒട്ടേറെ പ്രവാസികളുണ്ട്. അപ്പോൾ ഈ വെക്കേഷൻ സമയത്താണ് അവർ ഫാമിലിയെ കൊണ്ടുപോകുന്നത്. അങ്ങനെയുള്ള ഇപ്പം എൻ്റെ ബൂത്തിൽ ഉൾപ്പെടെ തന്നെ നിരവധി സ്ഥലങ്ങളിൽ അങ്ങനെ ഒരുപാട് കുടുംബങ്ങൾ
ഒരു കുടുംബം പോകുമ്പോൾ 5 വോട്ട് അല്ലെങ്കിൽ 6 വോട്ട് ഒരു കുടുംബത്തിൽ നിന്ന് പോകും. അപ്പോൾ 4 5 കുടുംബം പോയി കഴിഞ്ഞാൽ തന്നെ 10-20 വോട്ടുകളുടെ ഷോർട്ട് ഓരോ ബൂത്തിലും വരും. അപ്പോൾ അത് ഈ ശതമാനം കുറയുന്നതിന് കാരണമായിട്ടുണ്ടാവും. അതും ഒരു പരിധി വരെ ഒരു മുന്നണിക്ക് ആ വോട്ട് കുറഞ്ഞു എന്ന് നമുക്ക് ഏതെങ്കിലും മുന്നണി അത് ബാധിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതുപോലെ തന്നെ കോവിഡിന് ശേഷം ആദ്യമായിട്ടാണ് തെരഞ്ഞെടുപ്പ് വരുന്നത്. അപ്പോൾ പ്രായമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൂട്ടത്തിൽ പോയി നിൽക്കുക, കൂട്ടം കൂടി നിൽക്കുക എന്നുള്ളതിൽ നിന്ന് അല്പം മാറി. ഇപ്പോഴും മാസ്ക് ഇട്ട് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോഴും കോവിഡിനെ ഭയപ്പെടുന്ന ആളുകളുണ്ട്. കോവിഡ് വന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ അത്തരം അസുഖങ്ങൾ, ലെൻസിനും മറ്റുള്ള പ്രശ്നങ്ങളും അസുഖങ്ങളൊക്കെ ഉള്ള ആളുകളുണ്ട്. വലിയ അസുഖങ്ങളുള്ള ആളുകളുണ്ട്. അവരൊക്കെ ഈ കോവിഡിന് ശേഷം പുറത്തുപോയി വോട്ട് ചെയ്യുന്നതിന് എത്രത്തോളം പ്രാപ്തരായിട്ടുണ്ട്, മാനസികമായി അവർ തയ്യാറായിട്ടുണ്ട് എന്നുള്ളതും കൂടി പരിശോധിക്കണം. അപ്പോൾ കോവിഡിന് ശേഷമുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പ്, വെക്കേഷൻ സമയത്ത് നല്ല ചൂടുള്ള കാലാവസ്ഥയിലുണ്ടായ തെരഞ്ഞെടുപ്പ്, ഇതൊക്കെ തന്നെയും ആളുകളെ തെരഞ്ഞെടുപ്പിൽ നിന്ന് അല്ലെങ്കിൽ വോട്ട് ചെയ്യുന്നതിൽ നിന്ന് പിന്നോട്ടടിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം നമുക്ക് സൂചിപ്പിക്കേണ്ടത്, പുതിയ വോട്ടർമാർ ഇപ്പോൾ ഓരോ സ്ഥലത്തും നമ്മുടെ വോട്ടിംഗ് പേഴ്സൻറ്റേജിലാണ് നമ്മൾ കുറവ് എന്ന് പറയുന്നത്. 1,00,000 വോട്ട് കൂടിയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു 30,000 വോട്ടാണ് കൂടിയ വോട്ടുകൾ. അതായത് 2019 കൂടിയ വോട്ടുകൾ, ഇപ്പോൾ 1,00,000 വോട്ടുകളാണ് ഒരു പാർലമെൻറ്റ് മണ്ഡലത്തിൽ കൂടിയതെങ്കിൽ അതിൽ 30,000 വോട്ട് പോൾ ചെയ്തിട്ടുണ്ട്. 70,000-ൻ്റെ കുറവാണ്. അതായത് മൊത്തം പോൾ ചെയ്ത വോട്ടുകൾ പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതലാണ് ഇത്തവണ പോൾ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ 5 കൊല്ലം കൊണ്ട് കൂടിയ വോട്ടുകളുണ്ട്. ആ വോട്ടുകളുടെ കൂടി കണക്കാക്കിയിട്ടാണല്ലോ, ആകെ വോട്ടിൻ്റെ ആണല്ലോ ചെയ്ത വോട്ടുകൾ പേഴ്സൻറ്റേജ് കണക്കാക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ തവണ പോൾ ചെയ്തതിനേക്കാളും ഇപ്പോൾ തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ പോൾ ചെയ്തതിനേക്കാളും ഏകദേശം ഞാൻ ആ കണക്ക് പരിശോധിച്ചപ്പോൾ ഒരു 40,000-ന് മുകളിൽ വോട്ടുകൾ കൂടുതലാണ് തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഇത്തവണ പോൾ ചെയ്തിരിക്കുന്നത്. പക്ഷേ അത് പേഴ്സൻറ്റേജ് വൈസിലേക്ക് വരുമ്പോൾ നിലവിലുള്ള ആകെ വോട്ടിൻ്റെ കണക്കിലായതുകൊണ്ടാണ് പോളിംഗ് ശതമാനം കുറയുന്നത്. അപ്പോൾ പുതിയ വോട്ടർമാർ എത്രത്തോളം പോളിംഗ് ബൂത്തിലേക്ക് വന്ന് വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൂടി പരിശോധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ പുതിയ വോട്ടർമാർ ചേർത്ത വോട്ടുകളാണ്. കാരണം കഴിഞ്ഞ തവണ പോൾ ചെയ്ത വോട്ടുകളിനേക്കാൾ കൂടുതൽ വന്നിട്ടുണ്ട്. അപ്പോൾ പുതിയ വോട്ടുകൾ ആണോ അതല്ലെങ്കിൽ ഈ അഡീഷണലായി വന്ന ഏത് വോട്ടാണ് പോൾ ചെയ്യപ്പെടാതിരുന്നത് എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ ഡിജിറ്റൽ ആയതുകൊണ്ട് തന്നെ കുറേ കൂടി ഈസി ആയിട്ട് വോട്ട് ചേർക്കലും ഒക്കെ നടക്കാൻ ഡിജിറ്റൽ സംവിധാനം കൂടി പോർട്ടലുകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ വോട്ടുകൾ ഡബിളായിട്ടുള്ള നിരവധിയായിട്ടുള്ള പരാതികളുണ്ട്. അപ്പോൾ ഡബിൾ വോട്ടുകൾ വന്നതിന് ഇപ്പോൾ ഈ ബൂത്തിലുള്ള ഒരാൾക്ക് തന്നെ വേറെ ബൂത്തിലും വോട്ടുകളുണ്ട്. അങ്ങനെ ഡബിൾ പരാതി നമുക്ക് തന്നെ അറിയാം. നിരവധി ഇപ്പോൾ ആറ്റിങ്ങൽ, അതുപോലെ തന്നെ തൃശ്ശൂർ, വടകര ഉൾപ്പെടെ പല പ്രദേശങ്ങളെയും സ്ഥാനാർത്ഥികൾ അവിടുത്തെ UDFൻ്റെ നേതൃത്വം അത് പരാതിയായിട്ട് ഉന്നയിച്ചിട്ടുണ്ട്, ഡബിൾ വോട്ടുകളുടെ കാര്യം. അപ്പോൾ ഇതൊക്കെ ഈ പോളിംഗ് പേഴ്സൻറ്റേജിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ അല്ലെങ്കിൽ മൊത്തത്തിൽ പറഞ്ഞാൽ പോളിംഗ് ശതമാനം ഇത്തവണ കുറഞ്ഞത് ഏതെങ്കിലും മുന്നണിയെ പ്രത്യേകം ബാധിക്കുമെന്ന് പറയാൻ കഴിയില്ല. നിരവധിയായിട്ടുള്ള കാരണങ്ങൾ, ഈ പറഞ്ഞ കാരണങ്ങൾ ഉൾപ്പെടെ തന്നെ ഹൈഡായി കിടക്കുന്ന മറ്റു പല കാരണങ്ങളുണ്ടാവാം. ഏതായാലും നമ്മുടെ കേരളം പോലെയുള്ള പ്രബുദ്ധമായ ഒരു സംസ്ഥാനത്ത്, വളരെ വലിയ വിദ്യാഭ്യാസവും എല്ലാം ഉള്ള ഒരു സംസ്ഥാനത്ത് പോളിംഗ് ശതമാനം കുറയുന്നത് അത്ര നല്ലൊരു കാര്യമല്ല. പക്ഷേ നമ്മളൊരു ആവറേജ് പോളിംഗിലേക്ക് എത്തിയിട്ടുണ്ട്. 19 അപേക്ഷിച്ച് നോക്കുമ്പോൾ 14 അപേക്ഷിച്ച് നോക്കുമ്പോൾ ചെറിയ കുറവുണ്ട്. 19 എന്ന് പറയുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു പോളിംഗ് മുന്നേറ്റം നടന്ന ഒരു വലിയ ആവേശമുണ്ടായ തെരഞ്ഞെടുപ്പായിരുന്നു. ആ ഒരു ആവേശം ഇവിടെ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഒരു മുന്നണികളെയും ഇത് ബാധിച്ചു എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം ഒന്നും ഉണ്ടാവണമെന്നില്ല. അതുപോലെ തന്നെ എല്ലാ മണ്ഡലങ്ങളിലും ഒരു UDF മുന്നേറ്റം എന്ന് ഉറപ്പിച്ച് പറയാൻ കൂടി കഴിയുന്നതല്ല ഈ പോളിംഗ് ശതമാനം എന്ന കാര്യത്തിൽ തർക്കമില്ല.